എൻ്റെ റബ്ബേ കറണ്ട് ഇല്ല, എന്താ ചെയ്യുക? രാത്രിയായി. അപ്പം ഇനിയിപ്പോൾ കറണ്ട് ഇല്ല വെച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണ്ട. കാരണം ഇപ്പോൾ കറണ്ട് വരുവോളം കാത്തിരുന്നാലൊന്നും ശരിയാവില്ല. അപ്പം ഞാൻ ഡിഷ് വാഷ് എടുത്ത് പാത്രം കഴുകട്ടെ, അതേപ്പോൾ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ കറണ്ട് വരുവോളം കാത്തിരുന്നാലേ പാത്രം നമ്മൾ പണിയൊന്നും നടക്കൂല. പാത്രം കഴുകാനുണ്ട്, ഫുഡ് ഉണ്ടാക്കണം, കുട്ടികൾക്ക് കൊടുക്കണം. 9 മണിയാകുമ്പോൾ കിടന്നുറങ്ങും വേണം, സമയം കുറേ ആയല്ലോ. അപ്പം ഞാൻ പാത്രം കഴുകാൻ എടുത്തിട്ടുള്ള ഡിറ്റർജൻറ്റ് വാഷാട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഡിഷ് വാഷേ വാച്ചോട്ടി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് ഉണ്ടെന്ന് കേട്ടപ്പോൾ അത് വാങ്ങിയതാട്ടോ. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ നല്ല പ്രൊഡക്റ്റാണ്. അത് ഞാൻ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിച്ചിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിഷ് വാഷ് നല്ല കരി പിടിച്ച പാത്രങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള കുക്കർ ഒക്കെ കറണ്ട് ഇല്ലാത്ത നേരത്ത്, ഗ്യാസ് ഇല്ലാത്ത നേരത്തൊക്കെ നമ്മൾ അടുപ്പത്ത് വെക്കുന്നത്, അങ്ങനത്തെ കുക്കറൊക്കെ കഴുകാനൊക്കെ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറൊക്കെ ഞാൻ 2 മിനിറ്റ് കുക്കറിന് ഡിഷ് വാഷ് തേച്ച് വെച്ചിട്ട് അതിനൊന്നും വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ, അതൊന്നും കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല തിളങ്ങണ ഒരു ഇത് കാണണ്ടല്ലോ, കുക്കറിന് ഉള്ളിലത്തൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോച്ചട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീന് കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ലൈക്കോ ഒരു സബ്സ്ക്രൈബോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചിലവൊന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ കിട്ടിയ വലിയൊരു കുട്ടിയാണ് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ്. എൻ്റെ സന്തോഷം അപ്പം പറയാൻ തീരൂല, അത്രയും ഒരു സന്തോഷമാണ് ലൈക്ക് സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാത്രമാറിലൊക്കെ കഴിഞ്ഞ് നിന്നിട്ട് എന്തായിട്ടില്ല, നമ്മൾ കറണ്ട് വന്നിട്ടില്ല. കാരണം ഇനി എപ്പോഴാണ് വരികയെന്നറിയില്ല. അപ്പോൾ അതുവരെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കാത്തുക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി ഫുഡ് കറണ്ട് വരുവോളം കാത്തുക്കാൻ നോക്കില്ല. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കുക. ഞാൻ വേറെ ഒരു ജോലിക്ക് പോകണ ആളാട്ടോ. അപ്പോൾ എനിക്ക് പകലൊന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേനൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയിട്ടുണ്ടാകും, തണുത്തിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ വേഗം 2 കുക്കറിലാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിലാണ് ഇപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്നാണ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുക്കറിൽ നെയ്ച്ചോറും വെച്ച് മാറ്റിയ കുക്കറിൽ ചിക്കൻ്റെ കറിയും ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേഗം കുക്കർ റെഡിയായി. കുക്കർ 2 അടുപ്പത്ത് വെച്ച് പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച് ഈ നെയ്ച്ചോറ് റെഡിയായി, ഒക്കെ റെഡി ആയി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ സെർവ് ചെയ്ത് എല്ലാവരും കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോച്ചട്ടി ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ബോച്ചട്ടി വാങ്ങണം. വാങ്ങിയിട്ട്